ഹലോ, അപ്പോൾ ഇന്ന് ഞാനൊരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. മുഗളായി എഗ് റോസ്റ്റ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, അതും എപ്പോഴും നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മൾ എപ്പോഴും എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെന്ന് മാത്രം. സ്റ്റെപ്പൊക്കെ നമ്മളിതിൽ സവാള അരച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ പേസ്റ്റ് പോലെയൊക്കെ ആക്കിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഞാനിപ്പോൾ 4 കോഴിമുട്ട പുഴുങ്ങിയെടുത്തതാണ്. ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കണം ഈ സ്റ്റെപ്പ്. അത് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, കാരണം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് എല്ലാ ഭാഗത്തും ഈ വൈറ്റൊക്കെ ഒന്ന് ബ്രൗൺ ആക്കി എടുക്കണം. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് 4 ഭാഗത്തും. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി സെയിം പാനിലോട്ട് 2 കറുവപ്പട്ടേൻ്റെ ഇല, ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 1-2 ഏലക്കയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ആദ്യം. ഈ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 മീഡിയം സൈസിലുള്ള സവാള, ഇതുപോലെ പേസ്റ്റാക്കി എടുത്തതാണിത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പേസ്റ്റ് പോലെയാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വിചാരിച്ച് പെട്ടെന്ന് വഴറ്റി കിട്ടും എന്ന് വിചാരിക്കരുത്. ആ ഒരു കുത്തൽ പോകുന്ന വരെ, സവാള ഒന്ന് പേസ്റ്റാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് കുത്തൽ വരും. അപ്പോൾ അത് പോകുന്നത് വരെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് സമയമെടുത്ത് ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഈ സമയത്ത് 2 പച്ചമുളക് നടുകീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആ മസാലയുടെ കുത്തലൊന്നും പോകാൻ വേണ്ടിയിട്ട്, വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയുടെ പൊടിയാണ്. അപ്പോൾ ചിക്കൻ മസാലയുടെ പൗഡർ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1 നുള്ള് ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്യില്ലെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ മസാലയുടെ കുത്തലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 തക്കാളി ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല പുളിയുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ 1/2 തക്കാളി തന്നെ ധാരാളമാണ് പുളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പുളി നോക്കിയിട്ട് വേണം നിങ്ങൾ തക്കാളി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പേസ്റ്റ് പോലെ ആക്കുമ്പോൾ കുറച്ചും കൂടി ആ ഒരു ടേസ്റ്റ് കുത്തി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത്. ഇപ്പോൾ തക്കാളിയും ചേർത്ത് നമ്മൾ മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് തക്കാളി പ്യൂരി ആക്കിയിട്ടുള്ള ആ ജാറ് ചുറ്റിച്ചിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു
1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ, അതിൽ കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റൊക്കെ പോകും. പിന്നെ നമ്മൾ റോസ്റ്റ് ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ അധികം വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പുഴുങ്ങി വെച്ച് ഫ്രൈ ആക്കി എടുത്ത് മാറ്റി വെച്ച കോഴിമുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 4 എഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു 6 എഗ്ഗ് വരെയൊക്കെ ഈ ഒരു മസാലയുടെ അളവിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഗ്ഗും നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ ഞാനിപ്പോൾ പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തക്കാളി എടുക്കുമ്പോൾ ആ പുളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ല പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ പുളിക്കനുസരിച്ചിട്ട് തക്കാളിയുടെ അളവിൽ കുറച്ച് കുറവായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും ഈ കറിക്ക് കുറച്ച് പുളിയാണ് കേട്ടോ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ തൈരും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൈരും കൂടി ചേർക്കുന്ന സമയത്ത് ആ കറിയുടെ കളറൊക്കെ ഒന്ന് മാറി ടേസ്റ്റ് തന്നെ ഒരു വേറെ ടേസ്റ്റായിട്ട് വരും. ഇനി ഇതിലോട്ട് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി മതിയാവും. അത് ഇതുപോലെ കയ്യിലെടുത്ത് ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. കസൂരി മേത്തി പറഞ്ഞാൽ ഉലുവയുടെ ഇലയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് ഇതിലോട്ട് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കറിയിൽ കുറച്ച് പുളിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ പുളി അധികം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളിയുടെ അളവിൽ കുറവ് വരുത്താം. പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ ആ ഒരു പുളിയുടെ ഉപ്പിൻ്റെയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ചിലർക്ക് ഈ മധുരം ഒരു കറിയിലോട്ട് വരുന്നത് അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഈവൻ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്